ഹലോ, കുറെ നാളായല്ലേ കണ്ടിട്ട്. നിങ്ങൾക്ക് ആറ്റത്തിനെ കുറിച്ച് ഒരുപാട് വസ്തുതകൾ അറിയാമായിരിക്കും. ആറ്റങ്ങളൊക്കെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് സ്ഥിരത നേടാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാം അല്ലെ. അങ്ങനെ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിനെ കൊടുത്തും വാങ്ങിയും പങ്കുവെച്ചും ഒക്കെ പല ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് ഓരോ ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, അഥവാ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് സഹസംയോജക ബന്ധനം അതല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. അതായത് ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ടുണ്ടാകുന്ന തരം ബോണ്ടിങ് ആണ് കോവാലന്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം എന്ന കാര്യം നിങ്ങൾക്കറിയാം. എത്ര ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഏക സഹസംയോജക ബന്ധനം, ഡബിൾ കോവാലന്റ് ബോണ്ട്, ഇനി ദ്വിസഹസംയോജക ബന്ധനം, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സഹസംയോജക ത്രിബന്ധനം, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിൽ ഏർപ്പെടാം ആറ്റങ്ങൾക്ക്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സഹസംയോജക സംയുക്തങ്ങളെയും ഉണ്ടാക്കാം. നമുക്ക് ഈ ഓരോ ടൈപ്പ് ബോണ്ടിങ്ങും ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ, ഓരോ സിമ്പിൾ മോളിക്യൂൾ ഫോർമേഷനിലൂടെ ഒന്ന് നോക്കിയാലോ? അപ്പോ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സിംഗിൾ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ഏകബന്ധനം എങ്ങനെയെന്നുള്ളതാ. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ആരെ എടുക്കാം? പീരിയോഡിക് ടേബിളിലെ റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയ, അതായത് ക്രിയാശീലത ഏറ്റവും കൂടിയ നമ്മുടെ സ്വന്തം ഫ്ലൂറിൻ. എടാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഫ്ലൂറിൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 9 ആണല്ലേ. അപ്പൊ ദേ ഫ്ലൂറിൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 9 ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാ? 2, 7. ദേ കണ്ടോ, ആദ്യത്തെ ഷെല്ലിലെ കെയിലെ 2 ഇലക്ട്രോണുകൾ, ബാക്കി എല്ലിലേക്ക് 9 - 2 7 ഇലക്ട്രോണുകൾ വന്നിരിക്കുന്നു. ഏതൊരു ആറ്റത്തിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ ആ ആറ്റത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഡോട്ടുകളായിട്ടോ ക്രോസുകളായിട്ടോ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതാണ് ലൂയിസ് ഡയഗ്രാം അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ, അതല്ലെങ്കിൽ ലൂയിസ് റെപ്രസെന്റേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം ഇത് ആവിഷ്കരിച്ച വ്യക്തിയുടെ പേര് ഗിൽബർട്ട് എൻ ലൂയിസ് എന്നാണ് കേട്ടോ. ഗിൽബർട്ട് എൻ ലൂയിസിന്റെ ലൂയിസ് സ്ട്രക്ചർ പ്രകാരം ഫ്ലൂറിന്റെ തന്മാത്ര എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഫ്ലൂറിൻ ഇവിടെ ഉണ്ട്, അതിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. ആ ഫ്ലൂറിൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ സിംബലിന് ചുറ്റും അതിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ 7 ഇലക്ട്രോണുകളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടോ, 2 ഇലക്ട്രോണുകൾ 2 ഇലക്ട്രോണുകൾ 2 ഇലക്ട്രോണുകൾ, അപ്പോ 6 ഇലക്ട്രോണുകൾ പെയർഡായിട്ടിരിക്കുകയാണേ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ ഫ്ലൂറിൻ ആറ്റത്തിനില്ലേ, അവന്റെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഫ്ലൂറിന് സ്റ്റേബിൾ ആകണ്ടേ? അപ്പൊ ഫ്ലൂറിൻ തന്മാത്ര രൂപീകരണത്തില് എത്ര ഇലക്ട്രോണുകൾ വേണം? അത് നോക്കാം. എത്ര ആറ്റങ്ങൾ വേണം? 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ വേണം. അപ്പൊ ഇതുപോലെ മറ്റൊരു ഫ്ലൂറിൻ ആറ്റം കൂടി വരുന്നുണ്ട്. വന്നു. ഈ പറഞ്ഞ ഫ്ലൂറിന്റെ എല്ലാ കാര്യങ്ങളും ഇവനും ആപ്ലിക്കബിൾ ആണ്. അപ്പോ ഇവനും ബാഹ്യതമ ഷെല്ലില് 7 ഇലക്ട്രോണുകൾ ഉണ്ട്. ഈ ഫ്ലൂറിൻ ആറ്റത്തിന്റെ ലൂയിസ് ഡയഗ്രാം ഇവിടെ കാണുന്നുണ്ട്. കണ്ടോ, 2 2 2. അപ്പൊ ടോട്ടൽ 6 ഇലക്ട്രോണുകളായി. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ. ഇപ്പൊ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾക്കും ഓരോ ഇലക്ട്രോൺ ഒറ്റപ്പെട്ട് നിൽക്കുമല്ലേ. 2 പേർക്കും സ്റ്റേബിൾ ആകണം. ദാറ്റ് മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺ എന്ന് പറയുന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഈ ഫ്ലൂറിൻ ആറ്റങ്ങൾ തന്റെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഇലക്ട്രോണിനെ പരസ്പരം പങ്കുവെക്കും. അങ്ങനെ ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റവും രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റവും ആ ഓരോ ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്യുമ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയോ? എന്റേതെന്നോ നിന്റേതെന്നോ മുഴുവനായിട്ട് പറയാൻ കഴിയില്ല, തുല്യ അവകാശമാണ്. അപ്പോ ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ടാണ് ഈ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് ഫ്ലൂറിൻ തന്മാത്ര അല്ലെങ്കിൽ ഫ്ലൂറിൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഇതേ കണ്ടോ. അപ്പൊ ഫ്ലൂറിൻ തന്മാത്ര രൂപീകരണത്തിൽ എത്ര ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചു? 1 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചിട്ടുണ്ട്. അതേ കാണുന്നുണ്ടോ? ഇപ്പോ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്ലൂറിൻ ആറ്റം നോക്കിയാൽ ആ പങ്കുവെച്ച ഇലക്ട്രോണും കൂടെ ചേർത്ത് ടോട്ടൽ 8 ഇലക്ട്രോണുകളായി. റൈറ്റ് സൈഡിലുള്ള ഫ്ലൂറിൻ ആറ്റം നോക്കിയാലോ, അയാൾക്കും സ്വന്തമായിട്ടുള്ളതിനൊപ്പം ഇപ്പുറത്തെ ഫ്ലൂറിൻ ആറ്റത്തിന്റെ കിട്ടിയ ആ ഷെയർഡ് ഇലക്ട്രോണും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 8 ഇലക്ട്രോണുകളായി. 2 പേർക്കും 8 ആക്കണം എന്നായിരുന്നല്ലോ ആഗ്രഹം. ആയില്ലേ? ആ മാജിക് ഹാപ്പൻ, സംഭവിച്ചു. അങ്ങനെ ഒരു ഫ്ലൂറിൻ തന്മാത്രയില് 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ 1 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് സിംഗിൾ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ഏകബന്ധനം രൂപപ്പെട്ടു. അങ്ങനെ ഒരു ഫ്ലൂറിൻ മോളിക്യൂൾ അവിടെ ഉണ്ടായി. അപ്പോ കണ്ടോ, കോവാലന്റ് ബോണ്ടിങ്ങില് സിംഗിൾ ബോണ്ട് ഫോർമേഷൻ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന ഞാൻ കരുതുന്നു. നമുക്കിനി
ഡബിൾ ബോണ്ട് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇനി ഡബിൾ കോവാലന്റ് ബോണ്ട് പഠിക്കാൻ റെഡിയല്ലേ? അതായത് സഹസംയോജക ദ്വിബന്ധനം. സഹസംയോജക ദ്വിബന്ധനത്തിന് നമുക്ക് ഏത് എക്സാമ്പിൾ എടുക്കാം? യെസ്, ജീവവായു എന്നറിയപ്പെടുന്ന ആരാ? ഓക്സിജനെ തന്നെ എടുക്കാം. ഇപ്പൊ ഫ്ലൂറിന്റെ കേസ് പറഞ്ഞതുപോലെ ഇതേ ഓക്സിജൻ ആറ്റം വന്നിരിപ്പുണ്ടേ. നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 8 ആണ്. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം 2, 6. ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 6 അല്ലേ? ആ 6 ഇലക്ട്രോണുകളെ ഓക്സിജൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഡോട്ടുകളായിട്ട് അതാ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ലൂയിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. കണ്ടോ ഓക്സിജന്റെ? അപ്പോ ഓക്സിജൻ എന്താകണം? സ്റ്റേബിൾ ആകണം. 6 ഇലക്ട്രോണുകൾ 2, 2, 2. ഓക്സിജന് സ്റ്റേബിൾ ആകണമല്ലേ? ഓക്സിജൻ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രാ രൂപീകരണത്തിൽ എത്ര ആറ്റങ്ങളുണ്ട്? 2 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെ മറ്റൊരു ഓക്സിജൻ ആറ്റം കൂടി വരുന്നുണ്ടേ. പറഞ്ഞു തീരുമ്പോൾ ആളെത്തി. രണ്ടാമത്തെ ഓക്സിജൻ ആറ്റത്തിനെ കണ്ടോ? അയാൾക്കും ഇതേ കേസാ. ബാഹ്യതമ ഷെല്ലില് 6 ഇലക്ട്രോണുകൾ. അയാൾക്കും സ്റ്റേബിൾ ആകണം. ആ 6 ഇലക്ട്രോണുകൾ കണ്ടോ? മേളില് 2, 2, 2. 2 പേർക്കും സ്റ്റേബിൾ ആകണം എന്ന് പറഞ്ഞാൽ എന്താ? 2 പേർക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണം, അഷ്ടകം പൂർത്തിയാക്കണം. എന്താ ഇപ്പൊ ചെയ്യാ? അങ്ങനെ 2 പേരും കൂടെ ആലോചിച്ചിട്ട് പറയാ, എന്റെ 2 ഇലക്ട്രോണുകളെ നിന്റെ 2 ഇലക്ട്രോണുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പങ്കുവെക്കാം. ഷെയറിംഗ് ഈസ് ദ ഓൺലി വേ. ഷെയർ ചെയ്യാനേ നിവൃത്തിയുള്ളൂ. കൊടുക്കൽ വാങ്ങൽ നടക്കില്ല. അതിനാണല്ലോ കോവാലന്റ് ബോണ്ടിങ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഓക്സിജൻ ആറ്റം തന്റെ 2 ഇലക്ട്രോണുകളെ മറ്റേ ഓക്സിജൻ ആറ്റത്തിന്റെ 2 ഇലക്ട്രോണുകളുമായിട്ട് പങ്കുവെക്കുകയാണ്. കണ്ടോ? അപ്പൊ ടോട്ടൽ എത്ര ജോഡി? 2 ജോഡി ഇലക്ട്രോണുകൾ അവിടെ പങ്കുവെക്കപ്പെട്ടു. അതായത് 4 ഇലക്ട്രോണുകൾ പങ്കുവെച്ചു അല്ലേ? അങ്ങനെ ഒരു ഓക്സിജൻ തന്മാത്രയില് 2 ഓക്സിജൻ ആറ്റങ്ങൾ തമ്മില് 4 ഇലക്ട്രോണുകൾ അഥവാ 2 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് O2 എന്ന് പറയുന്ന തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ അവിടെ ഫോം ചെയ്തു. കണ്ടോ? അപ്പോ ഇവിടെ സഹസംയോജക ദ്വിബന്ധനം അല്ലെങ്കിൽ നമുക്കറിയാം ഡബിൾ കോവാലന്റ് ബോണ്ട് ഉണ്ടായി. അതിലൂടെ ഓക്സിജൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്തു. ഇപ്പോ 2 ഓക്സിജൻ ആറ്റത്തിനും പങ്കുവെച്ച ഇലക്ട്രോണുകളും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 8 ആയില്ലേ? സ്വന്തമായിട്ടുള്ള 6 എണ്ണം, അപ്പുറത്തുനിന്ന് കിട്ടിയ 2 എണ്ണം 8. അതുപോലെ ഇയാൾക്കും സ്വന്തമായിട്ടുള്ള 6 എണ്ണം, അപ്പുറത്തുനിന്ന് ഷെയർ ചെയ്ത് വന്ന 2 എണ്ണം. അതാ ഞാൻ പറഞ്ഞത്, ഷെയർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളിൽ ആർക്കും ഒറ്റയ്ക്ക് അവകാശം പറയാൻ കഴിയില്ല. ഏതൊക്കെ ആറ്റങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ ആ ആറ്റങ്ങൾക്കെല്ലാം അതിൽ തുല്യ അവകാശമുണ്ട്. അപ്പോ ഫ്ലൂറിൻ തന്മാത്രയില് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഓക്സിജൻ തന്മാത്രയില് ഡബിൾ കോവാലന്റ് ബോണ്ട് നമുക്ക് കാണാം. അപ്പോ ഇനി ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് വരുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. ആ എലമെന്റ് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പൊ കമന്റ് ചെയ്യാനായിട്ട് ഞാൻ തന്നെ നിങ്ങൾക്കൊരു ക്ലൂ തരാം, ഒരു സൂചന തരാം. ബൾബില് ഫിലമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ നിറയ്ക്കുന്ന അലസവാതകം ഏതെന്ന് ചോദിച്ചാൽ ആർഗൺ ആണ്, നിങ്ങൾക്കറിയാം. എന്നാല് അലസനല്ല. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ആളല്ല. 18ാം ഗ്രൂപ്പ് ആരൊക്കെയാ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, ജെനോൺ, ബ്രെഡോൺ, ഒഗ്രസോൺ. ആ കൂട്ടത്തിലില്ല. പക്ഷെ ബൾബിലെ ഫിലമെന്റ് സംരക്ഷിക്കാനായിട്ട് നമുക്ക് അതിനുള്ളിൽ നിറയ്ക്കാം. അലസവാതകം അല്ലെങ്കിൽ കൂടിയും ഇയാള് അലസ സ്വഭാവം കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇത് ഈസി ആക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ഈസി ക്ലൂവും കൂടി തരാം. പീരിയോഡിക് ടേബിളിലെ 15ാം ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകമാണ്. നിക്ടോജൻ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ ആരായിരിക്കും? യെസ്, യു സെഡ് ഇറ്റ്. നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലുള്ള അതേ ഉത്തരം തന്നെയാണ് നൈട്രജൻ. നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 7 ആണെന്നറിയാലോ. അതാ വന്നു നൈട്രജൻ ആറ്റം. കണ്ടോ? അപ്പോ നൈട്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 7 ആകുമ്പോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 2, 5 അല്ലെ? അപ്പൊ നൈട്രജൻ ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 5 ആണെന്ന് നമുക്ക് കാണാം. അപ്പൊ നൈട്രജൻ ആറ്റത്തിന്റെ 5 ഇലക്ട്രോണുകൾ ഇരിക്കുകയാണേ. 2 എണ്ണം ഇവിടെ ഇരിക്കുന്നു, 3 പേര് സൈഡിലായിട്ട് 1 by 1 ആയിട്ട് താഴെ ഇരിക്കുക. നൈട്രജൻ ആറ്റത്തിന് സ്റ്റേബിൾ ആകണം. ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? നൈട്രജൻ തന്മാത്ര രൂപീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു നൈട്രജൻ ആറ്റത്തെയും കൂടി വിളിക്കുന്നുണ്ട്. അതയാളെത്തി. കണ്ടോ? ഒന്ന് വന്നപ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ അടുത്തയാൾ വന്നത് കണ്ടോ? ഈ നൈട്രജൻ ആറ്റത്തിനും ഇതേ കണ്ടീഷനാ. ഈ ആൾക്കും സ്റ്റേബിൾ ആകണം. എന്താ ചെയ്യാം? നോക്കുമ്പോ അവർ രണ്ടുപേരും കൂടി ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി. എന്താ ഈ നൈട്രജൻ ആറ്റം പറയുക? എന്റെ 3 ഇലക്ട്രോണുകളെ നിന്റെ 3 ഇലക്ട്രോണുകളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്താലോ? അപ്പൊ എനിക്ക് ടോട്ടൽ 8 ആകും, നിനക്കും ടോട്ടൽ 8 ആകും. ഒന്ന് നോക്കാം. അതെ,
ഇപ്പൊ നൈട്രജൻ ആറ്റത്തിന്റെ ആകെ 5 ഇലക്ട്രോണുകൾ, അതിലെ ആ 3 ഇലക്ട്രോണുകൾ ഇപ്പുറത്തെ നൈട്രജൻ ആറ്റത്തിന്റെ 3 ഇലക്ട്രോണുകളുമായിട്ട് എന്ത് ചെയ്യും? ബോണ്ട് ഉണ്ടാക്കും. ടോട്ടൽ പറഞ്ഞാല് 3+3 6 ഇലക്ട്രോണുകൾ, അതായത് 3 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ടാണ് ഒരു നൈട്രജൻ തന്മാത്രയില് 2 നൈട്രജൻ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒരുമിക്കുന്നത്. ഇപ്പോ ലെഫ്റ്റ് സൈഡിലുള്ള നൈട്രജൻ ആറ്റത്തിന്റെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിക്കേ. 2, പിന്നെ പങ്കുവെക്കപ്പെട്ട എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം അല്ലേ? 1, 2, 3. ആ 3 എന്ന് പറയുന്ന സെറ്റാ. അപ്പോ ആദ്യത്തെ സെറ്റില് 2, രണ്ടാമത്തെ സെറ്റില് 4, മൂന്നാമത്തെ സെറ്റില് 6, പിന്നെ ആ 2 എണ്ണം 8 എണ്ണം. അതുപോലെ ഇപ്പുറത്തെ നൈട്രജൻ ആറ്റത്തിനോ 8 ഇലക്ട്രോണുകൾ. കണ്ടോ? അങ്ങനെ ഒരു നൈട്രജൻ തന്മാത്രയില് 3 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് നൈട്രജൻ എന്ത് ചെയ്തിരിക്കുന്നു? ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. നൈട്രജൻ തന്മാത്രയിലെ നൈട്രജൻ ആറ്റങ്ങൾക്കിടയിലുള്ള ഈ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടാണ് അവൻ അലസവാതകം അല്ലെങ്കിൽ കൂടിയും അവനൊരു ഇനേർട്ട് നേച്ചർ കൊടുക്കുന്നത്. ഈ ഒരു ഇനേർട്ട് നേച്ചർ ഉള്ളത് കൊണ്ടാണ് അവന് നമ്മൾ ബൾബിലെ ഫിലമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ കോവാലന്റ് ബോണ്ടിങ് തന്നെ സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഡബിൾ കോവാലന്റ് ബോണ്ട്, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് എന്നിങ്ങനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ചെറിയൊരു ജോലി ഇരട്ടെ. ഈ സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടുകൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ കാണാം.